ഇനി ഒരു 15,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നോർമൽ റെഗുലർ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയാവും. വേറെ ഒരു ക്ലെയിമും ഇല്ലാത്ത 16,25,000 രൂപ. 16,25,000. ഓക്കെ, ഏറ്റവും ടോപ്പിൻ്റെ വാഹനം XUV 300 ഡീസലിൽ ഓട്ടോമാറ്റിക് അത്യാവശ്യം മൈലേജ് ഉള്ളൊരു കോമ്പാക്ട് SUV. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് 2017 മോഡൽ 30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വളരെ ലോ കിലോമീറ്റർ ആണ് 17 വെച്ച് നോക്കുമ്പോൾ. ഏറ്റവും ടോപ്പനാണല്ലേ? സെഡ് മാനുവൽ ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ്. 2016 കേരള നമ്പറായി. ഇത് നിങ്ങളൊന്നും ചെയ്യാനില്ല, ടോപ്പിൻ്റെ താഴെ തന്നെയുള്ള ഓപ്ഷനാണ്. ഒരു ക്ലെയിമില്ല അല്ലേ? ഒരു ക്ലെയിമില്ല. ഒരു 45,000 ഹിസ്റ്ററി പ്രോപ്പർ ആണോ? പക്കാ ഹിസ്റ്ററി. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റഹീംക, സ്വാഗതം. കുറച്ച് കാലം വിളിച്ചിട്ട് എന്താ പറ്റിയ സ്റ്റോക്കൊക്കെ വരുമ്പോഴത്തേക്ക് പോയി വിളിക്കുമ്പോൾ അതുകൊണ്ടല്ലോ. അങ്ങനെ അപ്പോൾ കാർസോണിലാണ്, കോഴിക്കോട് മീൻചന്തയ്ക്ക് അടുത്തായിട്ടാണ് ലൊക്കേഷൻ വരുന്നത്. എത്രയാണ് നമ്മളിപ്പോൾ ഒരു 6 വർഷത്തിൻ്റെ അടുത്തായി വീഡിയോ ചെയ്യുന്നല്ലേ? 2019 തൊട്ട് അതെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വീഡിയോസ് അങ്ങനെയൊന്നുമില്ല, വിളിക്കായിട്ടാട്ടോ, വേറൊന്നുമല്ല. ഓക്കെ, ഏതൊക്കെ സെഗ്മെന്റ് ഉണ്ട് നമുക്ക്? ഒരുവിധം എല്ലാ സെറ്റിൽമെന്റും ഉണ്ട്. ഫുൾ ഓൺ വണ്ടി അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? ഫുൾ ഓൺ ഉണ്ട്, എല്ലാം ഫുൾ ഓൺ ഉണ്ട്. പിന്നെ ചെറുവണ്ടികളുണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്, 7 സീറ്റ് ഉണ്ട്, ഒരു പ്രീമിയം ഒരു വണ്ടി ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു എപ്പിസോഡാണ്. അതെ അതെ, അങ്ങനെ തന്നെ പറയാം. അതെ അതെ. ഓക്കെ, അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അധികവും മോഡൽ കൂടിയ വാഹനങ്ങളാണ് ഇവിടെ ഉണ്ടാവാറുള്ളത്, അധികം കുറഞ്ഞ മോഡലിൽ ലഭിക്കാറില്ല അല്ലേ? ഓക്കെ, അപ്പോൾ ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിട്ടുപോകരുത്. വീഡിയോ വിട്ടുപോകും അല്ലേ? ഓക്കെ. ആദ്യ വാഹനം മഹീന്ദ്ര XUV 300 ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത് ഏകദേശം ഒരു മാക്സിമം ലോൺ അവൈലബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഓക്കെ, KL11 രജിസ്ട്രേഷൻ വണ്ടി അല്ലേ? KL11 രജിസ്ട്രേഷൻ ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. എത്ര മൈലേജ് കിട്ടും? ഇത് ഏകദേശം കമ്പനി 20 പറയുന്നുണ്ടെങ്കിലും ഏകദേശം ഒരു 17 ഷുവറിലായി കിട്ടും. 17 ഓട്ടോമാറ്റിക് ഡീസൽ. ഓക്കെ, AMT തന്നെയല്ലേ ഗിയർ ബോക്സ്? AMT ഓട്ടോമാറ്റിക് ഡീസൽ വണ്ടി. മൈലേജിൽ ഒരു കോമ്പാക്ട് SUV നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കൽ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. കിലോമീറ്റർ 50,000 കിലോമീറ്റർ ഫസ്റ്റ് ഓണർഷിപ്പ്. മോഡൽ ഏതാ കൊല്ലം? 2019 മോഡലാണ്. 2019 ആണ് അല്ലേ? ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ്, 50,000 കിലോമീറ്റർ. ഫുൾ ഹിസ്റ്ററി ഉണ്ടോ? ഫുൾ ഹിസ്റ്ററി. ഓപ്ഷൻ W8 വരുന്നത് ഓപ്ഷനിലാണ്. W8 ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പൻ്റാണ്. 8 എയർ ബാഗ് ഒക്കെ വരുന്ന വാഹനമാണ്. എയർ ബാഗ്, സൺറൂഫ്, ബട്ടൺ സ്റ്റാർട്ട് എല്ലാം വരുന്നു. 5 സ്റ്റാർ സേഫ്റ്റി ലഭിച്ചൊരു വാഹനമാണ് മഹീന്ദ്രയുടെ. ഓക്കെ, ഏറ്റവും ടോപ്പിൻ്റെ വാഹനം XUV 300 ഡീസലിൽ ഓട്ടോമാറ്റിക് അത്യാവശ്യം മൈലേജ് ഉള്ളൊരു കോമ്പാക്ട് SUV. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? 9,90,000. 9,90,000. ഇത് അന്ന് ഇറങ്ങുമ്പോൾ എത്ര ഉണ്ട്? 16 റുപ്യൻ്റെ മുകളിൽ അന്ന് ഉണ്ട് അല്ലേ? 19 15,000 റുപ്യൻ്റെ മുകളിൽ വരുന്നുണ്ട് അല്ലേ? അന്ന് ഏകദേശം 16 മുകളിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഫുൾ ലോൺ തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ലോൺ തന്നെ മാക്സിമം കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് നമ്മുടെ ട്രാക്ക് അനുസരിച്ച് അത്രേ ഉള്ളൂ. അപ്പോൾ ബാക്കി നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. ലോ കിലോമീറ്റർ ഓട്ടോമാറ്റിക്കലി മൈലേജ് ഉള്ള ഒരു SUV ആണ്. അതെ, ഒരു പെട്രോൾ വണ്ടി ഓടുന്ന ഓട്ടോ ഓടിയിട്ടുള്ളൂ. അതെ അതെ, വേറെ കൂടുതലായിട്ട് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല, ഒരു ക്ലെയിം ഇല്ല. അവിടെ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ എന്താ ക്ലിയർ ചെയ്ത് കൊടുക്കും? പക്ക വണ്ടിയാണ്, പക്ക ഹിസ്റ്ററി എടുത്തോട്ടെ, പക്ക വണ്ടി. ഓക്കെ ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. അടുത്തൊരു 7 സീറ്റർ MUV ആണ്. ടൊയോട്ട ക്രിസ്റ്റയാണ്. എങ്ങനെയാ ഇത്? 2016 മോഡല്. 2016 ഇവിടെ റീ രജിസ്ട്രേഷൻ ചെയ്താണ്. ഏകദേശം ഒരു 5 വർഷത്തിന്റെ മുകളിലായിട്ട് ഇവിടെ കസ്റ്റമർ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. എവിടെ അറിയായത്? ഇവിടെ KL 57 കൊടുവള്ളിയാണ്. കൊടുവള്ളി കോഴിക്കോട് ജില്ലയിൽ തന്നെ കൊടുവള്ളി രജിസ്ട്രേഷൻ ആയ വണ്ടി. ഇവിടെ തന്നെ 5 വർഷമായിട്ട് ഉപയോഗിക്കാണല്ലോ? അതെ അതെ, കമ്പനി പക്കാ സർവീസുള്ള വണ്ടിയാണ്. എത്ര ഓട്ടം? ഇത് കിലോമീറ്റർ ഓടി 1,40,000 കിലോമീറ്റർ. 1,40,000 പക്ക സർവീസാണ്. പക്ക സർവീസ് ഉണ്ട്. ഓക്കെ, അവിടെ ഇവിടെ കൂടെ സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ? അതെ അതെ, ഇവിടെ സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. ടോട്ടല് സെക്കൻഡ് ഓണർ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഒരു ക്ലെയിമും ഇല്ല, ഒന്നുമില്ല. രജിസ്ട്രേഷൻ സാധനം ഇങ്ങനത്തെ ഒരു വണ്ടി കിട്ടല് വളരെ റയറാണ്. ഒരു മെയിൻ ക്ലാസ് എങ്കിലും റീപ്ലേസ് ഇല്ലാത്ത വണ്ടി വളരെ കുറവാണ്ടാവുക പുറത്തുനിന്ന് വരുന്ന വണ്ടി. ഏറ്റവും ടോപ്പനാണല്ലേ? സെഡ് മാനുവൽ ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ്. 2016 കേരള നമ്പറായി. ഇത് നിങ്ങളൊന്നും ചെയ്യാനില്ല. ഇത് എത്ര കൊടുക്കാം? ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 1,40,000 സർവീസും കഴിഞ്ഞിട്ടുണ്ട് കമ്പനിയിൽ. ഇത് 14,90,000 രൂപ. റേറ്റ് ചെറിയ പൊടിക്കൊക്കെ നമുക്ക് മാറ്റം ചെയ്യാം. വണ്ടി എടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഒന്നും ചെയ്യാനില്ല, ഒന്നും ഗ്യാരണ്ടി. സർവീസ് വരെ ചെയ്ത് നേരെ കമ്പനിക്ക് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, 14,90,000 2016 മാക്സിമം ലോൺ അവൈലബിൾ ആണ്. 2016 സെഡ് ഏറ്റവും ടോപ്പിൻ്റെ മാനുവൽ ക്രിസ്റ്റ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അടുത്തത് സെൽട്ടോസ് ആണ്. പഴയ ലോഗോ വരുന്ന സെൽട്ടോസ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2020 മോഡൽ.
2020 സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. ഓക്കെ, പെട്രോൾ ആണ്. ഒരു 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളതാണ്. 45,000 20 മോഡലാണ്. പെട്രോൾ സെൽട്ടോസ്. പെട്രോളിലെ മാനുവല്ല, പെട്രോൾ മാനുവൽ. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ് ആണെന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ട്. നോർമൽ ഒരു പെട്രോൾ വണ്ടിയാണെങ്കിൽ ഒരു 12-15 റേഞ്ച് കിട്ടിയാൽ മതി. പക്ഷേ ഇത് ലോങ്ങിലൊക്കെ ഒരു 16-17 കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. മൊത്തത്തിൽ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ലല്ലോ, ഒരു ക്ലെയിം ഇല്ല. ഒരു ക്ലെയിമില്ല. ഓക്കെ, ഇതിപ്പോൾ എത്ര ഉപയോഗിക്കുന്നത്? ഇത് നമ്മൾ ഏകദേശം ഒരു ഫുൾ ഓൺ കയറുന്ന വെഹിക്കിളാണിത്. ഒരു 9,10,000 ആസ്കിംഗ് പ്രൈസ്. ചെറിയ മാറ്റമൊക്കെ നമുക്ക് വരുത്താം. 9-10-2020 സെൽട്ടോസ് ആണ്. ഓട്ടോ എത്രയാണ് പോയത്? 45,000 കിലോമീറ്റർ. 45,000 നോർമൽ ഓട്ടോ ഓടിയ ഒരു പെട്രോൾ വണ്ടിയാണ്. ഫുൾ ഓൺ വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരു ക്ലെയിമില്ല അല്ലേ? കമ്പനി ഹിസ്റ്ററി എല്ലാം ഫുൾ ഹിസ്റ്ററി ഉള്ളതാണ്. വലുത് മാത്രം കാണിച്ചുകൊണ്ടെന്നാ ചെറുതിൻ്റെ ആൾക്കാരും വേണം. തീർച്ചയായിട്ടും. അപ്പോൾ ആൾട്ടോ 800 ആണ് അടുത്തത്. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2022 VXi പ്ലസ് ആണ് വരുന്നത്. VXi പ്ലസ് അല്ലേ? ഓക്കെ, പുതിയ വണ്ടി ഇറങ്ങുന്നില്ല. അതെ, സിംഗിൾ ഓണർഷിപ്പുള്ള വരുന്ന വണ്ടിയാണ്. സിംഗിൾ. എത്ര ഓട്ടം പോയത്? ഓട്ടം 50,000 കിലോമീറ്റർ. 50,000. അതെ, ഇറങ്ങിയാൽ ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ് VXi പ്ലസ്. 2020 50,000. അതെ. ഇത് നമുക്ക് ഒരു 3,75,000 കൊടുക്കാം. 2020 അല്ല, 22 22 മോഡലാണ്. പറയുന്ന മാറിപ്പോയത്. 22 3,75,000 കൊടുക്കാം. ഏകദേശം ഒരു 3.5 ലക്ഷം രൂപ ലോൺ അവൈലബിൾ ആണ്. ഒരു 25,000 രൂപ മാത്രം കണ്ടാൽ ഈ ഒരു വാഹനം, ഒരു പുതിയ വാഹനം കൊണ്ടുവന്ന പോലെ നിങ്ങൾക്ക് കൊണ്ടുനടക്കാം. അങ്ങനത്തെ ഒരു വാഹനം കൊണ്ടുപോകാം. അത്യാവശ്യം 18-20 റേഞ്ച് മൈലേജ് കിട്ടും. ഒരു ചെറിയ ഫാമിലി പർപ്പസിനൊക്കെ അടിപൊളിയായിട്ട് കൊണ്ടുനടക്കാം. അടുത്ത വാഹനം ഹ്യുണ്ടായുടെ വെന്യൂ ആണ്. KL11 വാഹനം അല്ലേ? അതെ. ഓക്കെ, എങ്ങനെയാ ഇത്? 2019 മോഡൽ പെട്രോൾ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം. ഇത് ഏകദേശം ഒരു 58,000 കിലോമീറ്റർ ആണ് ഓടിയത്. ഒരു ക്ലെയിമും ഇല്ല. 58,000 കിലോമീറ്റർ. ക്ലെയിം എന്തെങ്കിലും? ഒന്നുമില്ല, ഒരു ക്ലെയിമും ഇല്ല. സീറോ ക്ലെയിം. ഒരു വെന്യൂ പെട്രോൾ മാനുവൽ വാഹനമാണ്. എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു ലാസ്റ്റ് ഒരു 6,65 കൊടുക്കാം. 6,65,000 രൂപയ്ക്ക് 19 മോഡലാണ്. ഒരു വെന്യൂ കൊണ്ടുപോകാം. അതെ, ഒരു സ്വിഫ്റ്റിന്റെ എല്ലാം പൈസക്ക് ഒരു വെന്യൂ കൊണ്ടുപോകാം അല്ലേ? സ്വിഫ്റ്റൊക്കെ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം. ലോൺ ഫുൾ ലോൺ കിട്ടും. ലോൺ ഒരു 6-6.25 ലക്ഷം രൂപ. 6.25 വരെ. ഓക്കെ. അടുത്തൊരു i10 ഗ്രാൻഡ്, ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2014 സ്പോർട്സ് ഓപ്ഷൻ. സ്പോർട്സ് ആണ് അല്ലേ? സ്പോർട്സ് ആണ്. 69,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോളാ? പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനമാണ്. 14 പുഷ്പട്ടം വരുന്നുണ്ടോ? ഇതിൽ പുഷ്പട്ടനാണിത്. പുഷ്പട്ടം വരുന്നുണ്ട് 14. അതിന് ശേഷം വരുന്നില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. 14 പുഷ്പട്ടം ഉണ്ട്. ലോ കിലോമീറ്റർ. ആ ഒരു ക്വാളിറ്റി വണ്ടിക്ക് കാണാനുള്ള ക്വാളിറ്റി ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് കറക്റ്റ് കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടി. പീരിയോഡിക് സർവീസ് ഒക്കെ പോയിട്ടുണ്ടോ? കറക്റ്റ് പീരിയോഡിക് ആയിട്ടുള്ള സർവീസ് കറക്റ്റ് പോയിട്ടുണ്ടോ? പക്ക സർവീസ്. ഇതുവരെയുള്ള സർവീസ് ഒക്കെ ഡണ്ണ. സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. 2014 സ്പോർട്സ് ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ. പക്ഷേ അലോയ്സ് ഒഴികെ ബാക്കിയുള്ള അലോയ്സ്, ബാക്ക് വൈപ്പർ, ഡിഫോഗർ, ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഓക്കെ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് 4,20,000 രൂപ. 4,20,000 കൊണ്ടുപോകാം. 2014 സ്പോർട്സ് ഓട്ടോമാറ്റിക് i10 ഗ്രാൻഡ്. അതും ലോ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ വരും. ലോ കിലോമീറ്റർ സിംഗിൾ ഓണർ. മൈലേജ് ഒരു 10-13-14 വരെ ഉണ്ടാവും. അടുത്ത ബെലാനോ ആണ്. ന്യൂഷിപ്പ് ബെലാനോ. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2021 മോഡൽ. 2021 70,000 കിലോമീറ്റർ ഓടിയ ഡെൽറ്റ എന്നാണ് ഓപ്ഷൻ വരുന്നത്. സെക്കൻഡ് ഓപ്ഷനാണ്. 70,000 ഓടിയ വാഹനം. പെട്രോൾ. ഒരുമാതിരി എല്ലാ ഫീച്ചേഴ്സും വരും. പ്രൊജക്റ്റഡ് ഹെഡ്ലാമ്പ് അടക്കം വരുന്നുണ്ട് അല്ലേ? ഓക്കെ. വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പാ? സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ്. എത്ര ഇപ്പോൾ? ഇത് നമുക്ക് 6-10 ആസ്കിങ് കുറച്ച് കൊടുക്കാം. മാക്സിമം ലോണും ചെയ്യും. 2021 ഡെൽറ്റ 6-10 ചോദ്യം. കുറച്ച് തരും. ലോണ് ഒരു 5-5 രൂപ മുകളിൽ എന്തായാലും ലോണ് കയറും. ബെലാനോ ആണ്. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. ഒരു 13-16 കിട്ടൂല്ലേ? 14 മുകളിൽ കിട്ടൂലേ? കിട്ടും. അത്യാവശ്യം മൈലേജ് ഉണ്ട്. വീണ്ടും ഒരു ഗ്രാൻഡ് വന്നു. i10 ഗ്രാൻഡ്. എങ്ങനെയാ കാര്യങ്ങൾ? ഇത് 2018 മോഡൽ ഫസ്റ്റ് ഓണർഷിപ്പ്. ഓക്കെ. 50,000 കിലോമീറ്റർ. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണ്. കാ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഒരു റീപ്ലേസ്മെന്റും ഇല്ല. ഏത് ഓപ്ഷൻ ഏതാ? ഇത് മാഗ്ന പ്ലസ്. മാഗ്ന പ്ലസ് അല്ല? ഓക്കെ. എല്ലാ ബേസിക്സ് എല്ലാ ഫീച്ചേഴ്സും വരും. അലോയ്സോ, പുഷ് ബട്ടണോ, ബാക്ക് വൈപ്പർ, ഡിഫോഗർ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. അത്യാവശ്യം നല്ല ടയറും പുതിയതാണല്ലേ? ഓക്കെ. ക്ലെയിം ഒന്നുമില്ല? ഒരു ക്ലെയിമും ഇല്ല. ഓക്കെ. 2018 മോഡൽ മാഗ്ന പ്ലസ് 50,000 കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർഷിപ്പാ? ഫസ്റ്റ് ഉണ്ട്. ഓക്കെ. എത്രയായിപ്പോൾ? ഇത് 4,20,000. ഒരു 3.5 ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 3.5 ലോൺ കിട്ടും. 3.5 മുകളിൽ തന്നെ ചെയ്തു. പ്രൈസ് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ? ചെയ്ത് കൊടുക്കാം. ഓക്കെ. സ്വിഫ്റ്റ് ആണ്. ഇപ്പോഴത്തെ തൊട്ട് മുന്നത്തെ ഷേപ്പാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2018 മോഡൽ. 2018 സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വേണം. 93,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. കമ്പനി പക്കാ സർവീസ് തന്നെയാണ്. ഏത് ഓപ്ഷൻ? ഇത് VXi ഓപ്ഷൻ.
VXi ആണ്, മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. പുതിയ സ്വിഫ്റ്റ് വെച്ചാൽ വേറെ ഒരു ലുക്കാണ് അല്ലേ? ഓക്കെ. മൈലേജ് ഉണ്ടല്ലോ, പെട്രോൾ മൈലേജ് ഉണ്ട്. 18-20 റേഞ്ചൊക്കെ മൈലേജും പ്രതീക്ഷിക്കാൻ പറ്റും. എത്രയാണ് ഇപ്പോൾ ചോദ്യം? ഇത് 5.25, 5.25 ലക്ഷം. ഒരു 5 ലക്ഷം റുപ്യൻ്റെ ഉള്ളിൽ ലോണും കയറും. ഓക്കെ. 2018 VXi. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പാണ്. ഓക്കെ. അടുത്തൊരു വാഗണറാണ്. ഇതേതാ മോഡലൊക്കെ? ഇത് 2014 മോഡൽ സിംഗിൾ ഓണറാണ് കേട്ടോ. 14 സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി തന്നെയാണ്. ഓക്കെ ഓക്കെ. 65,000 കിലോമീറ്റർ. കമ്പനി പക്കാ സർവീസ്. ഹിസ്റ്ററി കയ്യിൽ കൊടുക്കാലോ നമുക്ക്, വെറുതെ വായ കൊണ്ട് പറയുന്നതല്ലാണ്ട് കയ്യിൽ കൊടുക്കാലോ ഹിസ്റ്ററി. തീർച്ചയായിട്ടും എടുത്തു കൊടുക്കാം. തീർച്ചയായിട്ടും എടുത്തു കൊടുക്കാം. അതേപോലെ ഹിസ്റ്ററിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എന്താണ്ടൊക്കെയോ കുറച്ച് സർവീസ് ചെയ്ത് ഹിസ്റ്ററിയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതാണെന്നല്ല, അത് അവർക്ക് പോയിട്ട് ഹിസ്റ്ററി ഇവിടെ ഷോറൂം ഇവിടെ തൊട്ടടുത്ത് തന്നെയല്ല, അവിടെ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് ഒക്കെ ആണെങ്കിൽ എടുക്കാം. കറക്റ്റ് ആ കിലോമീറ്റർ വൈസ് അല്ലെങ്കിൽ ഇയർ വൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കറക്റ്റുള്ള തീർച്ചയായിട്ടും അത്രയാണ്. ഒരു ക്ലെയിമും ഇല്ലാത്തൊരു വാഹനം 2014 VXi ചെയ്ത്. ഓക്കെ. എത്ര ഇത് ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 3,30,000. 3.30. പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നല്ല, ചെറിയ മാറ്റം മതി. ഓക്കെ. 3.30 2014 VXi വാഗണർ, ഒരു ക്ലെയിമും ഇല്ലാത്തൊരു വാഹനമാണ്. ഫുൾ കമ്പനി ഹിസ്റ്ററി ലഭിക്കുന്നൊരു വാഹനം. ലോൺ ഒരു 2 റുപ്യൻ്റെ മുകളിൽ എന്തായാലും ലോൺ. ഓക്കെ. അടുത്തത് റിനോ ക്ലൈംബർ ആണ്. ക്വിഡിൻ്റെ ക്ലൈംബർ ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ്, ഒരു സ്പെഷ്യൽ എഡിഷൻ അല്ലേ? എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2017 മോഡൽ 30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വളരെ ലോ കിലോമീറ്ററാണ് 17 വെച്ച് നോക്കുമ്പോൾ. ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പാ? സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ആയിട്ടുണ്ട്. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല, ഒരു ക്ലെയിം ഇല്ല. ഓക്കെ. 30,000 മാത്രം തന്നെയാണ്. 2017 വണ്ടിയില്ല. ഓക്കെ. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് 3,40,000. 3,40,000 രൂപ. 30,000 ഓട്ടോമാറ്റിക് ആണ് ക്ലൈംബർ. പ്രൈസ് എന്തായാലും കുറച്ച് കൊടുക്കാമല്ലോ? ഓക്കെ ഓക്കെ. അത്രയേ ഉള്ളൂ. എന്തായാലും താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. ഒരു ഒതുങ്ങിയ വണ്ടി 1 ലിറ്ററിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എടുക്കാം. ഓക്കെ. ലോൺ ഒരു 3 ലാക്ക് അബവ്. വീണ്ടും ഒരു i10 ഗ്രാൻഡ് തന്നെയാണ്. എങ്ങനെ ഡീറ്റെയിൽ? 2019 സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഏത് ഓപ്ഷൻ? സ്പോർട്സ് ഓപ്ഷനാണ്. സ്പോർട്സ് തന്നെയാണ്. പക്ഷേ 19 വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പുഷ്പട്ടം വരില്ല. ഓക്കെ. ടോപ്പിൻ്റെ താഴെ തന്നെയുള്ള ഓപ്ഷനാണ്. ഒരു ക്ലെയിമും ഇല്ല അല്ലേ? ഒരു ക്ലെയിമും ഇല്ല. ഒരു 45,000 കിലോമീറ്റർ. ഹിസ്റ്ററി പ്രോപ്പറാണോ? പക്കാ ഹിസ്റ്ററി. ഓക്കെ. എത്ര ഇപ്പോൾ? ഇത് 4,50,000 രൂപ കൊടുക്കും. 4 ലക്ഷം വരെ ലോൺ കിട്ടും അല്ലേ? ഓക്കെ. പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ? ചെറിയ മാറ്റമൊക്കെ. 2019 സ്പോർട്സ് ആണ്. 4,55 കൊണ്ടുപോകാം. ഒരു ക്ലെയിമും ഇല്ലാത്തൊരു വാഹനമാണ്. പെട്രോൾ മാനുവലിന് മൈലേജ് ഒരു 13-16 റേഞ്ചൊക്കെ ഏകദേശം കിട്ടും. അടുത്തത് ആ ഒരു പ്രീമിയം കാറ്റഗറി എത്തിയിരിക്കുകയാണ്. മിനി കൺട്രിമാൻ ആണ്. ആരും ആഗ്രഹിക്കുന്ന ഒരു വാഹനം. അതെ, തീർച്ചയായും. മിനി കൂപ്പർ. ആ, എന്താ എങ്ങനെയാണ്? ചെറിയ ബഡ്ജറ്റിലുള്ള വാഹനമാണ് കേട്ടോ. അവർക്ക് സ്വന്തമാക്കാവുന്ന ഒരു ബഡ്ജറ്റേ ഉള്ളൂ. റിയായതാ കേരള നമ്പർ 11. അതെ നമ്പർ ആയി കഴിഞ്ഞാണ്. നമ്പർ ആയ വണ്ടി. ഏതാ മോഡൽ ഇത്? 2013 മോഡൽ. 2013 70,000 കിലോമീറ്റർ ഡീസൽ ഓട്ടോമാറ്റിക് കൺട്രിമാൻ. ഡീസൽ ഓട്ടോമാറ്റിക് ആണ് കൺട്രിമാൻ 13 മോഡൽ. ഫുൾ സർവീസ് ഉണ്ടോ? ഫുൾ സർവീസ് അവനുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അവിടെ എവിടെയും കൂടെ സെക്കൻഡ് ഓണർ ആയിട്ടല്ലോ? തേർഡ് ഓണർ ആയിട്ടുണ്ട്. ഓക്കെ. കേരള രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ടാക്സോ കാര്യങ്ങളോ ഒന്നും അടക്കാനില്ല. പിന്നെ മിനി കൺട്രിമാനിൽ അത്യാവശ്യം മൈലേജ് ഉണ്ടാവുമല്ലോ? മൈലേജ് ഏകദേശം ഒരു ലോങ് ഡ്രൈവ് ഒക്കെ ആണെങ്കിൽ ഒരു 16 ഒക്കെ കിട്ടുന്നുണ്ട്. പേഴ്സണലി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ടൗണിലൊക്കെ ആണെങ്കിൽ 10-11 കിട്ടും. അതിനൊക്കെ മുകളിൽ കിട്ടുന്നുണ്ട്. ഓക്കെ. വേറെ ക്ലെയിമോ അങ്ങനത്തെ ഒന്നുമില്ല. ഒരു ക്ലെയിമും ഇല്ല. പക്കാ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. നല്ല അടിപൊളി ടയേഴ്സ് ഉണ്ട് 4 എണ്ണം. ഇപ്പോൾ പാർട്ടിക്ക് എന്തൊക്കെ ചെയ്യാനുണ്ടോ? സർവീസോ കാര്യങ്ങളോ? സർവീസ് ഒക്കെ ചെയ്ത് വെച്ചേക്കാണ് അല്ലേ? ഓക്കെ. ഇനിയൊരു 15,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നോർമൽ റെഗുലർ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയോ? വേറെ ഒരു ക്ലെയിമും ഇല്ലാത്ത 16,25,000 രൂപ. 16-25 മോഡൽ പറഞ്ഞാൽ 2013. ഓക്കെ. 16,25,000 രൂപയ്ക്ക് കേരള നമ്പർ ആയി കഴിഞ്ഞ കൺട്രിമാൻ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ എത്ര കിട്ടും? ലോൺ ഏകദേശം ഒരു 14-14.5 ലക്ഷം രൂപ ലോൺ കിട്ടും. അത്രയും കിട്ടും അല്ലേ? അത്രയും കിട്ടും. പിന്നെ ഏകദേശം കസ്റ്റമർ ഐറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ മാക്സിമം കിട്ടും. ചെറിയൊരു ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്കൊരു കൺട്രിമാൻ കൊണ്ടുപോകാം. അതെ. പ്രീമിയം ഒരു കൺട്രിമാൻ കൂപ്പർ ആഗ്രഹിക്കുന്ന ഒരു സാധനം. തീർച്ചയായും. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലോട്ട്. ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് ഹോണ്ടയുടെ ബ്രിയോ. നമ്മളെ എന്താ പറയുക, അമേസിൻ്റെ കോമ്പാക്ട് ഹാച്ച് ബാക്ക് വാഹനം. എങ്ങനെയാണ് ഡീറ്റെയിൽ? വീണ്ടും ഫസ്റ്റ് ഓണർ തന്നെയാണ്. ഫസ്റ്റ് ഓണർ. ഒരു 2014 മോഡലാണ്. VX ഫുൾ ഓപ്ഷൻ. അന്നത്തെ ഫുൾ ഓപ്ഷൻ ഉണ്ട്. ബ്രിയോ എത്ര വരെ ഇറങ്ങിയിരുന്നു? ലാസ്റ്റ് 2017 വരെ അല്ലേ? ഓക്കെ. ഇത് 14 മോഡൽ. ഏതാ ഓപ്ഷൻ? ഇത് VX ഫുൾ ഓപ്ഷൻ.
ഏറ്റവും ടോപ്പ് വാഹനം. ഓക്കെ, എല്ലാ ഫീച്ചേഴ്സും ഉണ്ടോ? എയർ ബാഗ്, 2 എയർ ബാഗും, സ്റ്റിയറിംഗ് കൺട്രോൾസും, അലോയ്സും എല്ലാം വരും അല്ലേ? ഓക്കെ. ഓട്ടോ എത്ര പോയി? 35,000 കിലോമീറ്റർ. അത് ജെനുവൻ വണ്ടി. വെറും 35,000 KL11 രജിസ്ട്രേഷൻ, വെറും 35,000 കിലോമീറ്റർ ഓടിയ 2014 ബ്രിയോ ആണ്. ഏറ്റവും ടോപ്പ് VX. തീരെ മെയിൻ്റനൻസ് കുറഞ്ഞൊരു വാഹനമാണ്. സാധാ ഒരു ഓയിൽ സർവീസ് ചെയ്ത് തീർച്ചയായിട്ടും കൊണ്ടുപോകാം അല്ലേ? അതെ അതെ. ഓക്കെ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് 3,65,000 രൂപ. 3,65,000 മാനുവൽ വാഹനമാണ്. 3,65,000 പ്രൈസ് നോക്കി ചെയ്ത് കൊടുക്കാമല്ലോ. ഒരു 2.5 ലക്ഷം രൂപ മുകളിൽ ലോണും ചെയ്യാൻ 2 ലക്ഷത്തിന് വരെ ലോണും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. എല്ലാ സെഗ്മെൻറ്റും നമ്മൾ കാണിച്ചിട്ടുണ്ട്. 7 സീറ്ററും കോമ്പാക്ട് SUV എല്ലാം കാണിച്ചിട്ടുണ്ട് അല്ലേ? ചെറിയ വാഹനങ്ങൾ, ഓട്ടോമാറ്റിക് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ വണ്ടി വേണമെന്നുള്ള വാഹനങ്ങളൊക്കെ കമ്പനി പക്ക ഹിസ്റ്ററിയുള്ള വാഹനമാണ്. പക്ഷേ കയ്യിൽ തരും, നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും വണ്ടി വേണമെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് അയച്ചു കൊടുക്കുക. അവർ നോക്കുന്ന വണ്ടി ഇതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻസിൽ രേഖപ്പെടുത്താൻ വിട്ടുവരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. നയിമിക്കാം. ഓക്കെ, താങ്ക് യു. റമദാൻ കരീം. താങ്ക് യു.